ഹായ് എവരിവൺ, വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ റി की मात्रा वाले शब्द വരെ പഠിച്ചു കഴിഞ്ഞു അല്ലേ, ചിഹ്നങ്ങൾ. അപ്പോൾ ആ ഈ ഓ ഋ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നില്ല. കാരണം നമ്മൾ ഇത്രയും ചിഹ്നങ്ങൾ മനസ്സിലാക്കിയില്ലേ. ഇനി ഈ ചിഹ്നങ്ങളെ നമ്മൾ വായിക്കാൻ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ചിഹ്നങ്ങളിലോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞു മക്കൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വേറെ ഒന്നല്ല, ആ നമുക്കറിയാം, ദോക്ഷര വാലെ, തീനക്ഷര വാലെ, ചാരക്ഷര വാലെ അല്ലേ, അത് നമുക്കറിയാം. വായിക്കാനായിട്ട് നമ്മൾ ഈ രണ്ടക്ഷരം കൂട്ടിയിട്ടൊക്കെ പഠിച്ചു, വായിക്കാൻ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ എന്നുള്ള ചിഹ്നം വെച്ചിട്ട് റീഡ് ചെയ്യാൻ പോവാം. ഓക്കെ, റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ മെയിൻ കാര്യം ഇത്രയല്ലേ, നന്നായിട്ട് എഴുതാനും വായിക്കാനും പഠിപ്പിക്കാമെന്നാണ് ഞാൻ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് അല്ലേ. 20 ഡേയ്സ് ക്ലാസ് വെച്ചിട്ടുള്ളൂ. ക്ലാസ് ഒന്ന് സോർട്ട് ചെയ്തിട്ടുണ്ട്. 20 ഡേയ്സിനുള്ളിൽ നിങ്ങളെ റീഡ് ചെയ്യാനും എഴുതിക്കാനുമാണ് പോകുന്നത്. സോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? റീഡ് ചെയ്യാൻ പോവാം. റീഡ് ചെയ്യുന്നതിനൊപ്പം നിങ്ങൾ എഴുതാനും പഠിക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ ആ എന്നുള്ള ചിഹ്നം മാത്രം വരുന്ന കുറച്ച് സെന്റൻസുകളാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് എളുപ്പമായിട്ട് വായിക്കാൻ പറ്റും, കാരണം നമ്മൾ ആക്കി മാത്രം വാല്യ ശബ്ദം പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ കക്ക ഗംഗയിലെ വ്യഞ്ജനാക്ഷരത്തില് ആക്കി മാത്രം വാല്യ ശബ്ദം വന്നു കഴിഞ്ഞാൽ, മീൻസ് ആയി എന്നുള്ള ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ വായിക്കാം അതാണ് കേട്ടോ. ശരി, ഇതെന്താ? എ അല്ലേ. അപ്പൊ ഇത് ക. ഇത് രണ്ടും കൂടി വായിച്ചപ്പോ ഏക്. മനസ്സിലായോ? എൻ്റെ മുമ്പിലിരിക്കുന്നവർ കൂടുതലും കുഞ്ഞുങ്ങളായിരിക്കും, അതുകൊണ്ട് ഞാൻ അവരെ പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കും കേട്ടോ പഠിപ്പിക്കുന്നത്. ഇനി വലിയവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ പഠിച്ചെടുക്കുക. തീരെ അറിയാത്തവരായിരിക്കുമല്ലോ എന്തായാലും പഠിക്കാനായിട്ട് നോക്കുന്നത്. ഓക്കെ, ശരി. ഏക്. ഇനി ഇത് ര അല്ലെ. കക്കഗംഗ ഞാൻ എടുത്ത് കാണിക്കില്ല, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടേ വായിക്കാൻ വരേണ്ട ആവശ്യമുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ രായുടെ അപ്പുറത്ത് രാ ആക്കി മാത്ര. ഇനി ജായുടെ അപ്പുറത്ത് അപ്പൊ രാജ. ഓക്കെ, ഏക് രാജ. ഇതെന്താ? എന്നാണ് കേട്ടോ. ഏക് രാജ ത. ഒരു രാജാവ് ഉണ്ടായിരുന്നു, ആയിരുന്നു എന്നാണ് ത എന്ന വാക്കിന്റെ അർത്ഥം. രാജ എന്ന് പറഞ്ഞാൽ രാജാവ്, ഏക് എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഊസ ഉസ് കാ ഉസ്കാ നാം എന്ന് പറഞ്ഞ പേര്. ഉസ്ക അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവന്റെ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഉസ്ക. അപ്പൊ ഉസ്ക നാം രാം. രാമ രാം താ. ഉസ്ക നാം, രാജാവിന്റെ പേരെന്താണ്? രാം എന്നാണ്. ഓക്കെ, രാം എന്നായിരുന്നു. കഥയല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ആയിരുന്നു എന്ന് പറയണേ കേട്ടോ. വാഹ വഹ് സദാ സദാ. അദ്ദേഹം സദാ എല്ലായ്പ്പോഴും എന്നാണ് കേട്ടോ. ദയാ ദയാ. കരത കർ കര കർ. കർത്ത ത. വഹ് സദാ ദയാ കർത്താത. അദ്ദേഹം എപ്പോഴും ദയാലുവായിരുന്നു, ദയ ചെയ്യുമായിരുന്നു. അതാണ് കേട്ടോ. ഇതിന്റെ അർത്ഥങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഇത് ചെറിയ സ്റ്റോറി പോലെ പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അപ്പോൾ അത് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് റീഡിങ് പ്രാക്ടീസ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, വീട്ടിലിരുന്ന് റീഡ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിലും ടെൻഷൻ അടിക്കണ്ട, വായിക്കാൻ മാത്രം നമ്മൾ ആദ്യം പഠിച്ചാൽ മതി. ഓക്കെ, ശരി. വഹ വഹ്. ദാല ദാൽ. ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പ്. ചാവല ചാവൽ. ചാവൽ എന്ന് പറഞ്ഞാൽ ചോറിനെ ഒരു പറയുന്നത്. ദാൽ ചാവൽ. ചാവൽ എന്ന് പറഞ്ഞാൽ അരി, ചോറിനെ അങ്ങനെ തന്നെയാ പറയാ. ദാൽ ചാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും പരിപ്പുമാണ്. ഓക്കെ. എന്ന് പറഞ്ഞാൽ കഴിക്കുക. എന്താണ്? വഹ് ദാൽ ചാവൽ കാത്താത. എന്താ കഴിച്ചിരുന്നത്? പരിപ്പും ചോറും. അത് ഈ നോർത്ത് ഇന്ത്യൻസിന്റെ സ്പെഷ്യൽ ഫുഡാട്ടോ, പരിപ്പും ചോറും. ഓക്കെ, ഇനി ഊസ ഊസ് കാ ആം നമ്മൾ പഠിച്ചിട്ടില്ലയോ?
ആക്കി മാത്രം വാലെ ശബ്ദില്. ഓക്കെ, കാ ബാ ബാ ഗ ഗാന്നില്ല അല്ലെ. ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം. താ ഉസ്ക ആം കാ ബാഗ് താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാമ്പഴത്തിന്റെ തോട്ടമുണ്ടായിരുന്നു. ഓക്കെ, ഇനി രാജാ, ഇവിടെ വായിച്ചില്ലേ നമ്മള്, രാജാ ബഹുത്. ഇത് നമ്മൾ ഉക്കി മാത്ര വാലയില് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ ചിഹ്നം ഹൈഡടിയില് ആ ചിഹ്നം വന്നപ്പോ ഹൂന്നാണ് ആയത് അല്ലെ. ഇതിൽ ഒരെണ്ണേ ഉള്ളൂ വേറെ മാത്രം വരുന്നത്. ഓക്കെ, അത് മനസ്സിൽ വെച്ചേക്കാം. ബഹുത് മഹാന, മഹാൻ. താ രാജാവ് വലിയ മഹാനായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആക്കി മാത്ര വാലെ ശബ്ദ് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. അല്ലാത്തവർക്ക് എല്ലാവർക്കും ഈസിയാണ്. ഇത് ഇങ്ങനെ പഠിക്കാൻ പറ്റൂ, ഇത് ഇങ്ങനെയാ പഠിക്കേണ്ടത് വളരെ എളുപ്പത്തിൽ കേട്ടോ. എന്താണ്? കാ ഖ ഗ ഘ ങ ച ഛ ജ ജ ഞ അങ്ങനെ പഠിച്ചിട്ടുള്ളവർക്ക് എന്ത് വന്നാലും ഈ കാണുന്ന എല്ലാ അക്ഷരങ്ങളും ഹൃദ്യമാണ്, മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് 100% ഉറപ്പാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഏക് രാജ താ, ഉസ്കാ നാം രാം താ, വഹ് സദാ ദയാ करता था, वह दाल चावल खाता था, उसका आम का बाग था, राजा बहुत महान था. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾ വീട്ടിൽ നോട്ട്ബുക്കിൽ ഈ പാരഗ്രാഫ് എഴുതുക. അടുത്ത നെക്സ്റ്റ് പേജിൽ നമ്മൾ എവിടെ വരെ പഠിച്ചു നിർത്തിയ? റ് അല്ലേ, റ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ നമ്മൾ പഠിച്ചിട്ടില്ല ചിഹ്നങ്ങൾ അല്ലേ. അപ്പോൾ റ് വരെ പച്ച വെള്ളം പോലെ വായിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അടുത്ത ചിഹ്നങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ നിങ്ങൾ എന്ത് വന്നാലും ഇത് പ്രാക്ടീസ് ചെയ്യുക, എഴുതുക. കുഞ്ഞുമക്കൾ പിന്നെ ഒരു സ്റ്റോറി പോലെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കും. അതുകൊണ്ടാണ് ഞാൻ കഥയൊന്നുമല്ല, ചുമ്മാ കഥ പോലെ കുറച്ച് സെന്റൻസുകൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എഴുതുക, അതുപോലെ തന്നെ റീഡ് ചെയ്യുക, കണ്ടിന്യൂ റീഡ് ചെയ്ത് നിങ്ങൾക്ക് ഹൃദ്യമാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്നും പറയുന്ന പോലെ തന്നെ ആർക്കെങ്കിലും നമ്മുടെ വീഡിയോ ഉപകാരപ്പെടുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ടീച്ചറുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണം. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.